ആരുടെയും മെസ്സേജോ ഫോണോ ചോർത്താം. ഇന്ന് കേസുകൾ ഇനിയും കുന്നുകൂടും. കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ വ്യാപ്തിയും ആഴവും കൂട്ടുന്നതാണ് ഈ ബില്ലുകൾ. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെ പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ സമ്മേളനം, അവസാനത്തെ സമ്പൂർണ്ണ സമ്മേളനമായിരുന്നു ഈ കഴിഞ്ഞത്. പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു സമ്മേളനം. ഒന്ന്, പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ലോക്സഭയിൽ സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിക്കാൻ പ്രതിഷേധക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന്മേൽ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോൾ പ്രതിപക്ഷത്തെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന, രാജ്യസഭയിലും ലോക്സഭയിലും കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം രാജ്യത്തെ ജനജീവിതത്തെ, ഒരുപക്ഷെ വരും തലമുറയുടെ ജീവിതത്തെ പോലും നിർണായകമായി സ്വാധീനിക്കാനിടയുള്ള സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ ഈ രണ്ട് സഭകൾ നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പല പ്രധാനപ്പെട്ട നിയമങ്ങളും, ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ, പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബിൽ, പോസ്റ്റ് ഓഫീസ് ആക്ട് 2023, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നതിനുള്ള നിയമനിർമ്മാണം, അതുപോലെ ക്രിമിനൽ നിയമ ഭേദഗതികൾ, ഇതൊക്കെ ഈ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ വേണ്ടത്ര ചർച്ച കൂടാതെ പാസ്സാക്കപ്പെടുന്ന കാഴ്ച ഈ പാർലമെൻറ്റിൻ്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പാർലമെൻറ്റിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു. ഈ ബില്ലുകൾ എന്താണ്, അല്ലെങ്കിൽ ഈ ബില്ലുകൾ എങ്ങനെയാണ് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് ജനാധിപത്യത്തെ ബാധിക്കാൻ പോകുന്നത്, ജനാധിപത്യ സമ്പ്രദായത്തെ ബാധിക്കാൻ പോകുന്നത് എന്ന് ഒന്ന് ആലോചിക്കുകയാണ് ഇൻസൈറ്റ്. നമുക്കൊപ്പം ഉള്ളത് CPIM നേതാവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. പാർലമെൻറ്റിൻ്റെ കഴിഞ്ഞ സമ്മേളനം വളരെ നാടകീയവും അത്യധികം രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതുമായിരുന്നു. കാരണം പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും കണ്ടു. അത് നടക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പല നിയമനിർമ്മാണങ്ങൾക്കും സാക്ഷിയായി ഈ രണ്ട് സഭകളും. ഈ നിയമങ്ങൾ പലതും വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ പൗരന്മാരുടെ ജീവിതത്തെ, അവരുടെ സ്വകാര്യതയെ, അവരുടെ അവകാശങ്ങളെ ഒക്കെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ്. അതേക്കുറിച്ച് കാര്യമായ ചർച്ച പാർലമെൻറ്റിൽ അനുവദിച്ചില്ല ഭരണകൂടം. പക്ഷേ അതേക്കുറിച്ചുള്ള ചർച്ച പാർലമെൻറ്റിന് പുറത്തും അതിനുശേഷവും നടക്കുന്നില്ല എന്ന വളരെ ഗൗരവമുള്ളൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലുണ്ട്, പോസ്റ്റ് ഓഫീസ് ബില്ലുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനും അവരുടെ സേവനവേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതിനുള്ള ബില്ലുണ്ട്, പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബില്ലുണ്ട്, ക്രിമിനൽ നിയമ ഭേദഗതികളുണ്ട്. ഇതൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ട്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്കും ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്കും രോഷത്തോടെയും ദുഃഖത്തോടെയുമാണ് ഞാൻ ഈ സംഭവവാസങ്ങളെ കാണുന്നത്. ഈ ഒരു സംഭവവാസത്തിന് രണ്ട് വശമുണ്ട്, രണ്ട് പ്രതലങ്ങളുണ്ട്. ഒന്ന്, പാർലമെന്റിൽ ഒരു ജനാധിപത്യ പ്രക്രിയ, സർഗാത്മകമായ ചർച്ചയുടെയും സംവാദത്തിന്റെയും വേദി അസ്തമിക്കുന്നു എന്നുള്ളൊരു വശം. ഒരു അമജാധികാര ഗവൺമെന്റിന്റെ വല്ലാത്തൊരു കടന്നാക്രമണം നമ്മൾ പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള 146 MPമാരെ സസ്പെൻഡ് ചെയ്തു. ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, എന്നെ പോലെ കുറച്ച് MPമാരെ 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്ത ബജറ്റ് സമ്മേളനത്തിലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതൊന്നും മാധ്യമങ്ങളിൽ കാര്യമായ വാർത്ത വന്നില്ല. എന്തിനാണ് ചില ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് എന്ന് കേരളത്തിലെ ഒരു മാധ്യമവും ചോദിച്ചില്ല. അതിലാരൊക്കെ ഉൾപ്പെട്ടു എന്ന് ആരും അന്വേഷിക്കാനും. ഒരുപക്ഷെ സർക്കാരിനും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങൾക്കും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ തെരഞ്ഞുപിടിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യമോ അന്വേഷണമോ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. അതൊരു വശം. രണ്ടാമത്തെ വശം രാജീവ് പറഞ്ഞാൽ, അതായത് അത് ഇതിനോട് കൂട്ടി വായിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതലങ്ങളെ, വരും തലമുറകളെ ഗുരുതരമായി സ്വാധീനിക്കുന്ന, പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു 1/2 ഡസനോളം ബില്ലുകളാണ് നിയമങ്ങളായത്. ഇപ്പൊ ഈ ബില്ലുകളിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു എളിയ പാർലമെന്റ് അംഗം കൂടിയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഉള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു പുച്ഛം, ആത്മപുച്ഛം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ഒരു മാധ്യമം പോലും ഗൗരവമായിട്ട് ഈ പാർലമെന്റ് പാസാക്കിയ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തെ മുതലെടുത്ത് യാതൊരു ചർച്ചയും സംവാദവും ഇല്ലാതെ
ഒരു പരിശോധനയോ സ്ക്രൂട്ടിനിയോ ഡ്യൂ ഡിലിജൻസോ ഇല്ലാതെ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്ത ഈ നിയമങ്ങളെ കുറിച്ച് കമാന്നൊരു വരി നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി എവിടെയെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ എന്താണ് ഈ നിയമങ്ങൾ, എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത്? മുമ്പൊക്കെ 5 രൂപ ഒരു റെയിൽവേ ടിക്കറ്റിന് കൂട്ടുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വാർത്തയാണ്. അത് എങ്ങനെയാണ് യാത്രക്കാരന്റെ കീശ കീറാൻ പോകുന്നത്, അതിന്റെ ഭാരം എന്താണ്, ഒരു വർഷം അത് ഒരു യാത്രക്കാരനിൽ സൃഷ്ടിക്കാൻ പോകുന്ന അമിത ഭാരം എത്രയാണ്, എന്തെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫിക്സും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെ മാത്രമല്ല വരും തലമുറകളെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന നിയമനിർമ്മാണങ്ങൾ പാസാക്കിയിട്ട് അതേക്കുറിച്ച് യാതൊരുവിധ പരിശോധനയോ അന്വേഷണമോ ഇല്ല എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇളഭ്യത അല്ലെങ്കിൽ ഒരു പുച്ഛം. ഇനി ഓരോ ബില്ലുകളിലേക്കും വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ചർച്ച കുറച്ചും കൂടി സർഗാത്മകമാകണമെങ്കിൽ വേണമെങ്കിൽ ഓരോ ബില്ലും എടുത്തെടുത്ത് വേണം പോകാം. അതെങ്ങനെയാണ്, അതിന്റെ ചില വശങ്ങൾ ഒരു പക്ഷെ എനിക്ക് പറയാൻ പറ്റും. പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു ഗ്രാഹ്യം എനിക്കില്ലെങ്കിലും ഏറെക്കുറെ എങ്ങനെയാണ് ഈ ബില്ലുകളൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത്. ഒരു ചരടുണ്ട് ഈ ബില്ലുകൾക്കെല്ലാം, അതായത് കോമൺ ത്രെഡ് ഉണ്ട്. ആ കോമൺ ത്രെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഭരണകൂടം, അതായത് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ വ്യാപ്തിയും ആഴവും കൂട്ടുന്നതാണ് ഈ ബില്ലുകൾ. ഈ ബില്ലുകളുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് പോസ്റ്റൽ ബില്ലും ഇലക്ഷൻ കമ്മീഷൻ ബില്ലും പ്രസ് രജിസ്ട്രേഷൻ ബില്ലും BNS ആ 3 ക്രിമിനൽ ബില്ലുകളും ഒക്കെ പരിശോധിച്ചാൽ, ടെലികോം ബില്ലും പരിശോധിച്ചാൽ ഈ ബില്ലുകളെയൊക്കെ കൂട്ടിയിണക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തില് ഒരു ജനാധിപത്യ പ്രക്രിയ കുറേയും കൂടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പുനരവലോകനം ചെയ്യപ്പെടുമ്പോൾ ഈ ഭരണകൂടത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പല അധികാരങ്ങളും കുറയ്ക്കുകയോ അതല്ലെങ്കിൽ അതിന് കരുതലുകൾ സൃഷ്ടിക്കുകയോ ചെയ്യണം. അതിനാണ് സേഫ് ഗാർഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഉള്ള സേഫ് ഗാർഡ്സുകളൊക്കെ എടുത്തു കളഞ്ഞു 2 സ്റ്റേറ്റിന്റെ അധികാരത്തെ കുറേയും കൂടി വിപുലമാക്കി എല്ലാം ഭരണകൂടമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പൊതു ഘടകം ഈ എല്ലാ ബില്ലുകളിലും അന്തർലീനമായിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി ഓരോ ബില്ലിലേക്ക് വേണമെങ്കിൽ ഞാൻ പോകാം. ഒരുപക്ഷെ അതിനിടയിൽ രാജീവ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കേട്ടിട്ട് ഞാൻ ഈ ഓരോ ബില്ലിലേക്ക് നമുക്ക് പോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പൂർണ്ണമായി നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല. പക്ഷേ അതിൻ്റെ ചില മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പോസ്റ്റൽ ബില്ലും ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും എടുത്തു കഴിഞ്ഞാൽ വ്യക്തികൾ അയക്കുന്ന തപാൽ ഉരുപ്പടികൾ തുറന്ന് പരിശോധിക്കാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നു പോസ്റ്റ് ഓഫീസ് ബില്ല്. ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ലിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സകല സന്ദേശങ്ങളും രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് പരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നു. അതായത് പെഗാസസ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പൗരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ നിയമപ്രകാരം ഈ ഭരണകൂടത്തിന് അനുവാദം നൽകുന്നതാണ് ഈ 2 ബില്ലുകളും എന്ന് നമ്മൾ പറയേണ്ടി വരും. രാജീവ്, യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് സമ്മേളനം ഇങ്ങനെ സ്തംഭിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഗൂഢാലോചനയായിരുന്നു, അല്ലെങ്കിൽ അതൊരു സർക്കാർ തലത്തിൽ ആലോചിച്ചുറപ്പിച്ച ഒരു പരിപാടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലൊരു സംവാദം ഉണ്ടായാൽ ഈ ബില്ലുകളെ ബാധിക്കുന്ന കുറേ ഘടകങ്ങളെങ്കിലും പുറത്തേക്ക് വരും. അതിനൊക്കെ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസും ഉണ്ട്, അന്തർദേശീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ മദർ ഓഫ് ഡെമോക്രസിയാണ്, അതായത് ലോകത്തിലെ ജനാധിപത്യത്തിന്റെ അമ്മയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ അമ്മ പാസ്സാക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊരു ഡിസൈൻ ആയിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ശബ്ദം ഒരിക്കലും ഉയരാൻ പാടില്ല എന്ന് ഇപ്പൊ രാജീവ് പറഞ്ഞ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ടെലികോം ബില്ല്, ഞാനിപ്പം ഈ 2 ബില്ലുകൾ യഥാർത്ഥത്തിൽ ടെലികോം ബില്ലും അതുപോലെ പോസ്റ്റൽ ബില്ലും ഞാൻ കൂടി അംഗമായ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരേണ്ട ബില്ലുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പാർലമെന്ററി കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവതരിപ്പിച്ച് അത് പാസ്സാകുന്നതിന് മുമ്പ് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് കൂലങ്കക്ഷമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. യഥാർത്ഥത്തിൽ ഈ 2 ബില്ലുകളും പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യമായ വശം. റെഫർ ചെയ്തിരുന്നെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെയൊക്കെ
നമുക്ക് അണിനിരത്താൻ കഴിയുമായിരുന്നു. അവരുടെ നിന്ന് എവിഡൻസസ് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറെ കൂടി നീതിയുക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാമായിരുന്നു. ഇനിയിപ്പം ഈ പറയുന്ന അതായത് സുപ്രീം കോടതിയുടെ 2017 പുട്ടുസ്വാമിയുടെ വിധിയുടെ ലംഘനമാണ് ഈ ടെലികോം ബിൽ എന്ന് പറയുന്നത്. ആധാർ കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിനായത്തിന്റെ ലംഘനമാണ് ഈ ടെലികോം ബിൽ എന്ന് പറയുന്നത്. ഈ ടെലികോം ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൽ ചാപ്റ്റർ 4 എന്ന് പരിശോധിച്ച് നോക്കും. ചാപ്റ്റർ 4 ഒരു സാധനമുണ്ട്. അതായത് സോവറിറ്റി, പരമാധികാരം, ഇന്റഗ്രിറ്റി, ഡിഫൻസ്, സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ട് ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ ഇനി അവസാനം ഒന്നും കൂടി ചേർത്ത് പ്രിവെൻഷൻ ഓഫ് എൻ ഒഫൻസ്, ഒരു കുറ്റകൃത്യം നടക്കുന്നുവെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അത് തടയാൻ വേണ്ടി നിങ്ങൾക്ക് ആരുടെയും മെസ്സേജോ ഫോണോ ചോർത്താം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ വൈഡ് പവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഇതിനേതിനെങ്കിലും കൊണ്ട് ഒളിപ്പിക്കുക. നമുക്ക് ഒരാൾ എന്തോ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ഒരിക്കലും തോന്നലുണ്ടായാൽ മതി, നിങ്ങളുടെ എല്ലാ എൻക്രിപ്റ്റഡ് മെസ്സേജസ് ഉൾപ്പെടെ എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടെ ഈ പറഞ്ഞ സർക്കാരിന് ചോർത്താമെന്നുള്ളതാണ്. അതായത് ഇനി സാധാരണ ഇതിൽ അങ്ങനെ ഒരു ക്ലോസ്, ഓവർ റൈഡിങ് ക്ലോസ് ഒരു നിയമത്തിൽ കൊണ്ടുവരുവാണെന്ന് വെച്ചാൽ തന്നെ അതിൽ സേഫ് ഗാർഡ്സും കൂടെ സജസ്റ്റ് ചെയ്യണം. അതായത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നാൽ എന്താണ് അതിനുള്ള ഒരു കരുതല്, എങ്ങനെയാണ് പൗരന്റെ ഇത് സംരക്ഷിക്കാൻ പറ്റും, ഒന്നുമില്ല. ഒരു സേഫ് ഗാർഡ്സും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ 4 എന്ന് പറഞ്ഞ ടെലികോമിലെ ഈ സംഭവം തന്നെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു പോലീസ് സ്റ്റേറ്റ്, ഒരു ഡീപ്പ് നേഷനിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടം. ഒരു മാധ്യമം പോലും ഇതേക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇനി വേറൊരു കാര്യമാണ്, ആധാർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സിം കാർഡും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങളുടെ ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന്. ഇപ്പോഴെന്താണ്, നിങ്ങൾക്കൊരു ഓൺലൈൻ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റിലല്ലേ. നിങ്ങളൊരു പൗരൻ നിലയിൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അല്ലെ ഏത് മാർഗത്തിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്? ഇന്റർനെറ്റിലൂടെയല്ലേ. നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ചായക്കടയിൽ പോയിട്ടാണോ നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? അല്ല, ഇന്റർനെറ്റിലൂടെയാണ്. അപ്പൊ ലോകം മാറി, സമൂഹം മാറി. അപ്പോൾ ഈ ആധാർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ആ ഒരു വിധിയുടെ നഗ്നമായ ലംഘനം, എല്ലാ തരത്തിലുള്ള ഓൺലൈൻ കമ്മ്യൂണിക്കേഷനും ആധാർ ഈ പറഞ്ഞ സിം കാർഡുകളും ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭരണകൂടത്തിന്റെ നീണ്ട ഹസ്തം നിങ്ങളുടെ ഏത് ആശയവിനിമയത്തിലേക്ക് വ്യാപിക്കുന്നു, നിങ്ങളെ കണ്ടെത്തും, നിങ്ങളുടെ മുകളിൽ ഒരു വിരൽ ചൂണ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രത്യേകത. ഇതൊക്കെ ഈ പറഞ്ഞ സുപ്രീം കോടതി നമുക്ക് നൽകണമെന്ന് പറഞ്ഞ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഒരു മൗലിക അധികാരമായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലംഘനമാണ്. ഇനി പോസ്റ്റ് ഓഫീസിന്റെ ഈ പറഞ്ഞ 1898 പോസ്റ്റൽ നിയമം മാറ്റി എഴുതാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ പോലെ ഏത് തപാൽ ഉരുപ്പടിയും പറഞ്ഞ് ഇന്റർസെപ്റ്റ് ചെയ്യും, ഒരു സേഫ് ഗാർഡ് ചില ആരുടെ. അപ്പം അഥവാ നമ്മൾ ഇന്റർനെറ്റ് വിട്ടു, ഇനിയിപ്പോ രാജീവിന് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ അയക്കണം, ഈ സ്റ്റേറ്റ് കണ്ടെത്താത്ത രീതിയിൽ ഫോണിലൂടെ അയക്കാൻ പറ്റില്ല, എനിക്ക് മെയിൽ അയക്കാൻ പറ്റില്ല, എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ടെലിഗ്രാം ഉപയോഗിക്കാൻ പറ്റില്ല, വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അങ്ങനെയാണ് ഒരു തപാലിൽ ഒരു കുറിപ്പ് എഴുതാൻ പറ്റില്ല, സമ്മതിക്കില്ല, അത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതാണ് ഈ പറഞ്ഞ 2 നിയമങ്ങളിലെയും പ്രത്യേകത. ഇനി ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ആൻഡ് രജിസ്റ്റർ, യഥാർത്ഥം എന്തുകൊണ്ടാണ് എനിക്ക് ചിരി വന്നു പോയത്, INS ഇതിനെ സ്വാഗതം ചെയ്യും, ഇത് ഈ തപാൽ നിയമത്തെ, അതായത് പ്രസ് ആൻഡ് രജിസ്റ്റർ നിയമത്തെ. അതേസമയം എഡിറ്റേഴ്സ് ഗിൽഡ് ഇതിനെ അപലപിച്ചു. നോക്കുക, ഈ രാജ്യത്തിന്റെ അവസ്ഥ നോക്കുക. ഈ പത്ര ഉടമസ്ഥന്മാരൊക്കെ ഈ ഭരണകൂടത്തിന്റെ ദാസന്മാരായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നിയമം ആരെങ്കിലും വായിച്ചോ? അവരാരെങ്കിലും വായിച്ചോ? ഒരു നിയമം വായിക്കാതെ സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ഒരു പത്രക്കുറിപ്പ് അവർ ഒപ്പിട്ടിട്ടല്ലേ അവര് റിലീസ് ചെയ്തത്. അതായത് അതിൽ പറയുന്നുണ്ട് സെർച്ച് ആൻഡ് സീഷൻ. ഏത് സമയത്തും നിങ്ങളുടെ സ്ഥലം സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് സാമഗ്രികളും അവർ കണ്ടെത്താം. ഒരു സേഫ് ഗാർഡ്സും സജസ്റ്റ് ചെയ്യുന്നില്ല. അവിടെയൊക്കെ വരുന്ന എന്താണ്? ഈ പറഞ്ഞ ഭരണകൂടം വരുവാണ്. സോവറിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി നേഷൻസ്,
ഈ പറഞ്ഞ പോലെ ഈവൻ പ്രിവെൻഷൻ ഓഫ് എ ക്രൈം, പോസിബിൾ ക്രൈം, അങ്ങനെ വ്യാപകമായിട്ടുള്ള ക്ലോസസ് ആണ്. അങ്ങനെ ഈ 3 ബില്ലുകളുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പൗരനിൽ നമുക്കുണ്ടാകേണ്ട ഒരു നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ പോലും ഹനിക്കുന്ന വ്യവസ്ഥകളാണ് ഈ ബില്ലുകളിലുള്ളത്. ഒരുപാട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഒരുപക്ഷെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇനി ഈ പറഞ്ഞ പോലെ BNS, അതുപോലെ ഈ ഞാൻ അതിലേക്ക് വരാം. ഇതിൻ്റെ തുടർച്ചയായി തന്നെ ഞാൻ അതിലേക്ക് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 3 നിയമങ്ങൾ താങ്കൾ പരാമർശിച്ചു: ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ല്, പോസ്റ്റ് ഓഫീസ് ബില്ല്, ദെൻ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബില്ല്. ഇതിനൊക്കെ നൽകുന്ന അധികാരങ്ങൾക്ക് ഈ ക്രിമിനൽ നിയമ ഭേദഗതി വരുമ്പോൾ ഇലക്ട്രോണിക് എവിഡൻസ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് എവിഡൻസ് പെർമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെൻറ്റ്സ് മുഴുവൻ എങ്ങനെ വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ വ്യവസ്ഥ വേണ്ടതില്ല എന്ന് ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇത് പിടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഡാറ്റ എന്തായിരുന്നു, എന്തൊക്കെ സംഗതികളാണ് ഉണ്ടായിരുന്നത്, ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വ്യവസ്ഥ ഈ ക്രിമിനൽ ഭേദഗതി നിയമം ഭേദഗതി ചെയ്ത് വരുമ്പോൾ അതിലില്ലാതെ ആകുന്നു. അതായത് ഇതെല്ലാം ഒരേ ചരടിൽ വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. രാജീവേ, ഭീമ ഗോറിഗോൺ കേസിൽ എന്താ സംഭവിച്ചത്? അതായത് പൗരന്മാരുടെ സ്വകാര്യ ഇടം റെയ്ഡ് ചെയ്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് പിടിച്ചെടുത്ത് അതിൽ വ്യാജമായിട്ട് തെളിവുകൾ പോസ്റ്റ് ചെയ്തു. അതായത് അവർ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനുള്ള പല സാധനങ്ങളും അതിൽ പോസ്റ്റ് ചെയ്തു. അത് ലാബിൽ പരിശോധിച്ചപ്പോൾ അവരുടേതല്ലാത്ത സാധനം പുറത്തുനിന്ന് പോസ്റ്റ് ചെയ്തതാണെന്ന് വ്യക്തമായി. ഒന്ന് മനസ്സിലാക്കി നോക്ക്, എത്ര ഹതഭാഗ്യന്മാരെ നമ്മൾ ജയിലിലിട്ടു, UAPA ചുമത്തി. അതായത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത്. നമ്മുടെ ഭരണകൂടത്തിന്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഒരു മാധ്യമത്തിന്റെ ഇടം സെർച്ച് ചെയ്ത് സീസ് ചെയ്യുന്ന ഉപകരണങ്ങളെ അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റ് വേണോ, ഹൈക്കോടതി ജഡ്ജി വേണോ, ഇന്ന ഉദ്യോഗസ്ഥൻ വേണോ, ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാనికి അവിടെ എവിഡൻസ് വേണ്ടേ, നിങ്ങൾക്ക് എത്ര പേരെ അവിടെ സാക്ഷികളാക്കി കൊണ്ടുവരാൻ പറ്റും? ഇതൊന്നുമില്ല. ഇപ്പൊ നാർക്കോട്ടിക്സ് ആക്ടിൽ പോലും നിങ്ങളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണമെങ്കിൽ ഒരാളെ അവിടെ വെച്ചിട്ട് റെയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിൽ അതൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ എന്തും ഭാഗ്യമായിട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം സംജാതമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഓവർ റൈഡിങ് പവേഴ്സ്, അതായത് ഫ്രീ വീലിംഗ് പവേഴ്സ് പോലീസിന് കൊടുത്താൽ ഉണ്ടാകുന്ന ദുരന്തം എന്തായിരിക്കും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു പക്ഷേ നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്ന കാരണം വെച്ചാൽ ഇതൊരു ഡെമോക്രസിയിൽ നിന്ന് ഈ പറഞ്ഞ ഒരു അമിതാധികാര സ്വേച്ഛാധിപത്യമുള്ള ഒരു രാഷ്ട്രത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായിട്ടുള്ള കടമ്പകളാണ് പാർലമെന്റ് കടന്നത് എന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അവരിപ്പോഴും ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ക്രൈസ്തവ നേതാക്കളെ വിളിച്ച് അവിടെ കൂടിക്കാഴ്ച നടത്തിയതും ഭാസുരമായിട്ടുള്ള ഒരു എന്താ പറയാ ദിനം അവർക്ക് നേർന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇവിടെ 700 പള്ളികൾ കഴിഞ്ഞ ഒറ്റ വർഷം തന്നെ ആക്രമിക്കപ്പെട്ടിരുന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ മണിപ്പൂരിൽ 240 പള്ളികൾ കത്തിച്ചമ്പലായി എന്നുള്ള കാര്യം ചർച്ച ചെയ്തില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ. അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഇനി അതിനേക്കാളും പ്രധാനമായിട്ടൊരു ബില്ല്, ഇലക്ഷൻ കമ്മീഷൻ, CEC നിയമന ബില്ല്. യഥാർത്ഥത്തിൽ ഇതിന്റെ വേറൊരു തുടർച്ചയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതായത് സുപ്രീം കോടതി വിധി പറയുന്നു. സുപ്രീം കോടതിയിലെ സ്പിരിറ്റ് എന്തായിരുന്നില്ല, അതായത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ജനാധിപത്യം. ഈ ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ടത് എന്താണ്? സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവമായൊരു തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ രാജ്യമില്ല, അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രമില്ല. സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സ്വതന്ത്രമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറയാൻ എന്താ? പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കോലായിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ട് അവിടെ നിയമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിയെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കാൻ പാടില്ല, ഏതെങ്കിലും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ആളെ കൊണ്ട് വെക്കാൻ പാടില്ല. നമ്മുടെ CAG എന്നുള്ള സ്ഥാപനത്തിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. എത്ര റിപ്പോർട്ടാണ് CAG വരുന്നത്? അത് പകുതിയിലധികമായിട്ട് കുറഞ്ഞ കാര്യം അറിയാലോ. എന്ന് പറഞ്ഞ പോലെ ഇതില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്തു? ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഓക്കെ, ഒരു സെംബ്ലൻസ്. അപ്പൊ എന്താണ്? ഒരു സ്ക്രൂട്ടിനിയിൽ അല്പം ഫെയർനെസ് ഉള്ള ഒരാളെ മാത്രമേ കാണാൻ പറ്റൂ. ഗവൺമെന്റ് ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ല്? പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രി, പ്രതിപക്ഷത്തെ ഒരാൾ, എന്ന് വെച്ചാൽ 2:1.
എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു? ഇപ്പോഴുള്ളത് തന്നെ ആവർത്തിക്കുന്നു. ഇനി അപ്പൊ അതിന് സർക്കാർ പറയണ ന്യായം എന്ന് വെച്ചാൽ അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഇതിലേക്ക് വലിച്ചഴക്കാൻ പാടില്ല. ഏത് അപ്പം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരം പറയണം? ഈ ഇലക്ഷൻ കമ്മീഷനേക്കാൾ എത്രയോ ഇൻസിഗ്നിഫിക്കന്റ് ആയ, ഇൻസിഗ്നിഫിക്കന്റ് എന്ന് വാക്ക് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിനെ ചെറുതാക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഡെമോക്രസിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ്. ആ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള CBI ഡയറക്ടറെ കണ്ടെത്താൻ വേണ്ടിയുള്ള പാനലിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അപ്പൊ CBI ഡയറക്ടറെ കണ്ടെത്താനുള്ള പാനലിൽ ചീഫ് ജസ്റ്റിസിന് ഇരിക്കാമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷന്മാരെ നിയമിക്കാനുള്ള പാനലിൽ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മുതിർന്ന ജഡ്ജിയോ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ എന്ത് അർത്ഥമുള്ളത്? ഇത്രയും മൗഢ്യമായിട്ടുള്ള, ഒരു തരത്തിലും നമ്മുടെ യുക്തിക്ക് ഇണങ്ങുന്ന ഒരു നിർദ്ദേശമല്ല അല്ലെങ്കിൽ വിശദീകരണമല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒറ്റ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച വരുത്തിയില്ല. ഇപ്പൊ എന്താണ്? സർക്കാരിന്റെ ഏറാം മൂളികളായിട്ടുള്ള 2 പേരെ അവിടെ നിയമിക്കും. പിന്നെ ഒരു ഇലക്ഷൻ കമ്മീഷന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് വേണം. ഇപ്പൊ പാർലമെന്റിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ഈ പറഞ്ഞ സർദാർ പട്ടേലിന്റെ ബ്രദറായിട്ടുള്ള വല്ലഭായ് പട്ടേൽ അന്ന് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു, സ്പീക്കറുടെ സമാനമായിട്ടുള്ള അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അങ്ങോട്ട് രാജ്യക്ക് എഴുതി എന്നാണെന്നറിയോ? ഞങ്ങളുടെ ഈ കൗൺസിലിന്റെ പരമാധികാരം സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് വേണം. അല്ലാതെ ഗവൺമെന്റ് അയക്കുന്നതിന് ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് നടത്താൻ പറ്റില്ല. അപ്പം ഗവൺമെന്റിന്റെ ഒരു അപ്പൻഡിക്സ് ആയി മാറുമെന്ന് എഴുതി ഉണ്ടാക്കിയതാണ് ഈ രാജ്യസഭ പാർലമെന്റ് സെക്രട്ടേറിയറ്റ്. അപ്പൊ സ്വതന്ത്രമായ ഒരു സെക്രട്ടേറിയറ്റ് നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷന് വേണം, സ്വതന്ത്രമായ ഫണ്ടിങ് വേണം. ഇതൊന്നുമില്ല. സർക്കാർ 2:1 ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുമെന്നുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അമിതാധികാര എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു ബില്ലായിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കും. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം സംബന്ധിച്ച് അതിനൊരു പഴുത് പറയുന്നത്, സുപ്രീം കോടതി പാർലമെന്റ് ഒരു നിയമം ഇനാക്ട് ചെയ്യുന്നത് വരെ മാത്രം ഈ കമ്മിറ്റി എന്ന് നിർദ്ദേശിച്ചു എന്നുള്ള ന്യായമാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനവും അവരുടെ സേവന വേതന വ്യവസ്ഥകളും നിർണ്ണയിച്ചുകൊണ്ടുള്ള പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ. അത് രാജീവേ, ആ സുപ്രീം കോടതി വിധി വരാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ഉണ്ടാകണമെന്നുള്ള ധാരണയിലല്ലേ വിധി പ്രഖ്യാപിച്ചത്. അതേസമയം അതിന്റെ ന്യൂവൻസസ് എന്താ കാരണം? ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉദാഹരണം പറഞ്ഞാല് സേവന കാലാവധി, നിയമനം, മറ്റു കാര്യങ്ങള്, ശമ്പള വ്യവസ്ഥകള്, അങ്ങനെ നിയമിക്കാൻ വേണ്ടി കൂളിംഗ് പീരീഡ് വേണോ? ഇപ്പൊ ഞാൻ കൊടുത്തൊരു ഭേദഗതി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരു സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ കൊടുത്ത ഭേദഗതിയാണ്. അതായത് ഒരു സർക്കാരിലെ സെക്രട്ടറി 1 വർഷം റിട്ടയർ ചെയ്ത് 1 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ അയാളെ പരിഗണിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ അയാള് അധികാരത്തിരുന്ന് കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനങ്ങൾ മുഴുവൻ ഈ ഒരു നിയമനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്, ന്യൂവൻസസ് ഉണ്ട്. അപ്പൊ സുപ്രീം കോടതിക്ക് ഒരിക്കലും അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന്റെ ന്യൂവൻസസിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിനോട് പറഞ്ഞത്. അല്ലാതെ ആ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തെ അസാധുവാക്കാൻ വേണ്ടിയോ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലത് പറഞ്ഞത്. ഈ പറഞ്ഞ ഇൻട്രിക്കസീസും ന്യൂവൻസസും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു നിയമത്തിൽ മാത്രം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു സുപ്രീം കോടതിയുടെ വിധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എപ്പോഴും നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിധി പോലെയല്ല, അത് തലമുറകൾക്ക് അപ്പുറത്തേക്ക് നിൽക്കേണ്ട സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിക്ക് അനുസൃതമായിട്ടൊരു നിയമനിർമ്മാണം നടക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ട്രാജക്ടറി എന്ന് പറയുന്നത്. അത് ആ വിധിയുടെ അന്തസ്സത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല നിയമനിർമ്മാണം വേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് സെയിം സെക്സ് മാരേജിനെ കുറിച്ചൊരു വിധി വന്നു വെച്ചു, അനുകൂലമായൊരു വിധി ആയിരുന്നെങ്കിൽ വിചാരിച്ചു, സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടി വരും. അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണ്? അതിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എത്ര ഉപ്പ കൊടുക്കണം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എത്ര ദിവസം അവർക്ക് കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നിയമത്തിന്റെ ന്യൂവൻസസ്. മനസ്സിലായില്ല? അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ട് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വേറെ ഉണ്ട്. റൂൾസ് ഫ്രെയിം ചെയ്യണം, ഇപ്പൊ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യണം. ഞാൻ ഒരു കാര്യം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 2019 തിരക്ക് പിടിച്ച് പാസ്സാക്കിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം ഉണ്ടല്ലോ, ബില്ല്, അതിന്റെ ചട്ടങ്ങൾ ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല. അപ്പം നിയമനിർമ്മാണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിധിയുടെ അന്തസ്സത്തേക്ക് അനുസരിച്ചുള്ള
വ്യവസ്ഥകള് ക്ലോസസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ 3 ക്രിമിനൽ ബില്ലുകൾ കൊണ്ടുപോകും. ആ 3 ക്രിമിനൽ ബില്ലുകളുടെ വ്യാപ്തി എത്രയാണ്? 1000 ക്ലോസസ് ആണല്ലോ. 1000 ക്ലോസസ്. അപ്പൊ ഒരു ബില്ലിൽ എത്ര ക്ലോസസ് ഉണ്ടായിരിക്കണം? ഒരുപാട് ക്ലോസസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ഡെലിഗേറ്റ് ലെജിസ്ലേഷനിലൂടെ വീണ്ടും വരണം ക്ലോസസ്. പിന്നെ റൂൾസ്, ചട്ടങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യണം. അതാണ് നിയമനിർമ്മാണം. അല്ലാതെ ഒരു വിധിയെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ ബാക്കി നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ പൊതുവായി പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ കൊളോണിയൽ കാലത്തെ നിയമങ്ങളാണ്. അതിപ്പോൾ പോസ്റ്റ് ഓഫീസ് ആക്ട് ആയാലും ടെലികമ്മ്യൂണിക്കേഷൻ ടെലിഗ്രാഫ് ആക്ട് ആയാലും പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് ആയാലും ഈ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ പഴയ നിയമങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമങ്ങളാണ്. കൊളോണിയൽ പാരമ്പര്യം പേർന്നതാണ്. അപ്പോൾ അത് കാലാനുസൃതമായി പരിഷ്കരിക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്ന ന്യായമാണ് ഈ പറയുന്ന 5 നിയമങ്ങളുടെ കാര്യത്തിലും പൊതുവായി പറഞ്ഞു തന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയാണ്, പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൂടെ ഈ പൗരൻ്റെ അവകാശങ്ങൾക്ക് മേലെ കടന്നുകയറ്റം, അവൻ്റെ സ്വകാര്യതയുടെ ലംഘനം, ഇതൊന്നും പരാമർശിക്കപ്പെടുക പോലും ചെയ്യുന്നില്ല, എവിടെയും പരാമർശിക്കപ്പെടുക പോലും ചെയ്യുന്നില്ല എന്നുള്ളൊരു ദുര്യോഗമുണ്ട് നമ്മുടെ മുമ്പിൽ. രാജീവേ, ഇത് കൊളോണിയൽ അല്ല, ഡീകോളനൈസിംഗിലുള്ള ബില്ലുകളല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ കൊളോണിയൽ ബില്ലുകളാണ്. എന്ന് വെച്ചാൽ ഒരു കൊളോണിയൽ ഗവൺമെന്റ് നമ്മുടെ മുകളിൽ ചുമത്തിയിട്ടുള്ള വ്യവസ്ഥകളെ കുറെ കൂടി കർശനമാക്കി ഒരു സൂപ്പർ കൊളോണിയൽ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ബില്ലുകളാണ്. ഇത് എനിക്ക് ഏറ്റവും വലിയ രസകരമായി തോന്നുന്നത് ഈ റിട്ടോറിക് എന്നുള്ള സാധനം. അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ എന്താണ്? വാചക കസർത്ത്. ഈ വാചക കസർത്തിലാണ് ഇവർ നിന്നു പോകുന്നത്. ഈ വാചക കസർത്തിനെ യഥാർത്ഥത്തിൽ പൊളിക്കേണ്ടത് ആരാണ്? യുക്തിസഹജമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് മാധ്യമങ്ങളാണ് പൊളിച്ചടുക്കേണ്ടത്. പൊളിച്ചടുക്കാൻ പറ്റും. എന്താ കാരണം? ഇപ്പൊ ഈ ഡീകോളനൈസിംഗ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇലക്ട്രിസിറ്റി വേണ്ട, നമുക്ക് റെയിൽവേ വേണ്ട, മറ്റേ മെഡിസിൻ വേണ്ട, മറ്റേ എന്തിനാണ് പാരസെറ്റമോൾ വേണ്ട, ക്രിക്കറ്റ് വേണ്ട, ടെലിവിഷൻ വേണ്ട, പത്രം വേണ്ട, ഇതൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ കൊളോണിയൽ സംഭാവനയല്ലേ? ഇതൊക്കെ പാശ്ചാത്യ ലോകത്തിന്റെ സംഭാവനയല്ലേ? ഇടുന്ന കോട്ട് വേണ്ട, സ്വെറ്റർ വേണ്ട, ഒന്നും വേണ്ടല്ലോ. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നമ്മൾ പഴയ മരമുരി ഉടുത്തിട്ട് നമ്മൾ വല്ല കാട്ടിൽ പോയിട്ട് ജീവിക്കുക. പിന്നെ പാണ്ഡവന്മാര് 12 വർഷം അവിടെ പോയി എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ ഡീകോളനൈസിംഗ് എന്ന് പറയും. അതല്ലേ കുറച്ചുകൂടി ഭംഗിയുള്ള സംഭവം. ഇതൊക്കെ വെറും ചപ്രാച്ചി അടിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ എന്താണ്? പൗരന്മാർക്ക് ലഭ്യമായിരുന്ന, രാജീവ് പറഞ്ഞാണ് വളരെ കറക്റ്റ്, ലഭ്യമായിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഇടം പോലും ചുരുങ്ങി വരുന്നു. 2, ഭരണകൂടത്തെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തുന്നു. 3, സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് യഥാർത്ഥ ഭരണം പോലീസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് നീങ്ങുന്നു. 4, ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി പോലുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ പോലുള്ള ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പോലീസിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് അപ്രമാദിത്വം നൽകുന്നു. പൗരസ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതെന്ത് കോളനി, ഡീകോളനി? ഇനി ഈ ബില്ലുകളുടെ, ക്രിമിനൽ ബില്ലുകളുടെ കാര്യം പറഞ്ഞ വലിയ തമാശ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്ന കാര്യം രാജീവ് വേണമെങ്കിൽ കുറിച്ചു വെച്ചു. ഇപ്പോൾ നമ്മുടെ കോടതികളിലെല്ലാം കൂടി എത്രയോ ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിലേറെ കേസുകളായിട്ട് കെട്ടിക്കിടക്കും. അതിൽ ബഹുഭൂരിപക്ഷവും ക്രിമിനൽ കേസുകൾ ഇനിയും കുന്നുകൂടും. ഈ IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായി വന്നിരിക്കുന്ന ഈ പുതിയ നിയമങ്ങളൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരണ തന്നെ 1 വർഷത്തിലേറെ എടുക്കും. വിധി പറഞ്ഞ കേസുകൾ തന്നെ വീണ്ടും BNS വെച്ചിട്ട് റീഓപ്പൺ ചെയ്യപ്പെടും. കൗശലപൂർവമായിട്ട് പിന്നെ അഭിഭാഷകര് പല കേസുകളും നീക്കി കൊണ്ടുപോകും. യഥാർത്ഥത്തില് നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിനെ താറുമാറാക്കുന്ന ബില്ലുകളാണ് ഈ സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇവരുടെ ഈ റിട്ടോറിക്കിന് വേണ്ടി, ഈ വാചക കസത്തിന് വേണ്ടി. ഇതൊന്നും ഒരു നിയമരംഗത്തോ ഒരു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. ഒരു കാര്യം കൂടി ഞാൻ രാജ്യങ്ങൾ പറയട്ടെ. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, എൻഫോഴ്സ്മെന്റ് ഓഫ് ദീസ് 3 ക്രിമിനൽ ബിൽസ് ഞങ്ങൾ 1 വർഷത്തേക്ക് നീട്ടിവെക്കുകയാണ്. ഇതേതെങ്കിലും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത എന്നോട് പറഞ്ഞ കാര്യം നോക്കിക്കോളൂ. എന്താ കാരണം? അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, ഇത് സംബന്ധിച്ച് അവയർനെസ് വേണം, ലിറ്ററേച്ചർ വേണം, പിന്നെ ഇത് വ്യവസ്ഥകൾ ലളിതമാക്കി പറഞ്ഞുകൊണ്ട് കോടതികളെ ധരിപ്പിക്കണം. ലക്ഷം ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. ഇത് എന്തിനു വേണ്ടി ഇവർ ചെയ്തത്? ആർക്ക് വേണ്ടി ചെയ്തത്? ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ ഭരണഘടന
ഏറ്റവും വലിയ മൂല ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയല്ലേ? അത് 100ഓളം പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടില്ലേ? ഈ IPC എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഭേദഗതി? ഇതിനേക്കാളും കുറച്ചാ ഭേദഗതി ചെയ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും മേഖല കുറേയും കൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭേദഗതി കൊണ്ടുവന്നൂടെയെന്ന്. ഏതിനാ നിങ്ങൾക്ക് ഭേദഗതി കൊണ്ടുവരാൻ പറ്റാത്തത്? അതിനു പകരം അമിത്ഷാ, നരേന്ദ്രമോദി 2014 ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കപ്പെട്ടു, ഭാരതം. ആ ഭാരതത്തിന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. ഇത് പറഞ്ഞ് അഹങ്കരിക്കാനും മാർക്കറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ചപ്പടി വിദ്യയല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തെന്താണ്? ഇനി ഇതിന്റെ ഒരു ലംഘനം ഞാൻ പറയാം. 348 ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ നിയമങ്ങളും ഇംഗ്ലീഷിലായിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതെന്താണ്? ഈ നിയമങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റും? നാവുളുക്കിപ്പോവും. എന്താണ് ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സംഹിത. ഞാനൊരു MP ആയതുകൊണ്ട് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഈ നിയമം ഇവിടെ പാർലമെന്റ് പാസ്സാക്കില്ല. ഞാൻ രാജീവിന് ഒരു ടെസ്റ്റ് ഡോസ് വരാം, ചലഞ്ച് ചെയ്യാം. അതായത് നിങ്ങളിപ്പോ തെരുവിലേക്ക് ഇറങ്ങുക, ഈ പരിപാടി കഴിഞ്ഞിട്ട് 10 പേരെ വിളിക്കും. ആ 10 പേരിൽ ഒരാള് ഈ നിയമങ്ങളുടെ പേരുകൾ മുഴുവൻ പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കുക. ഒരാള് ഈ 3 നിയമങ്ങളുടെയും ഫുൾ ഫോം 10ൽ ഒരാള് പറയുകയാണെങ്കിൽ തിരിച്ചെടുക്കുക. ഇത് ഭരണഘടനയുടെ വ്യക്തമായ പ്രൊവിഷന്റെ ലംഘനം തന്നെയാണ്. പിന്നെ ഇവരെന്താ വെച്ചേക്കുന്നത്? സംസ്കൃതം ആരുടെ ഭാഷയാണ്? 15,000 പേര് സംസാരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഭാഷ സംസ്കൃതത്തിൽ പേരുകൾ കൊടുത്തിരിക്കുക. ഇതൊക്കെ എന്ത് മാനസിക സ്ഥിതിയാണ്? ഇതൊക്കെ എന്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ചർച്ച ചെയ്യാത്തതാണ്? നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് എന്ത് പറ്റി? അവരൊക്കെ എവിടെ പോയി ഇരിക്കുന്നത്? ഈ പറഞ്ഞ സിനിമാ നടന്മാരെ, സിനിമാ നടികളുടെയൊക്കെ പുറകെ നടന്ന് ഈ സ്ഥലവും സമയവും മെനക്കെടുത്തുമ്പോൾ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ തലമുറകളുടെ ജീവിതത്തെ, രാജ്യത്തിന്റെ ജീവിതത്തെ, ഭാഗരേഖത്തെ നിർണ്ണയിക്കാൻ പോകുന്ന നിയമനിർമ്മാണങ്ങളുടെ വിവിധമായിട്ട് വശങ്ങളെ കുറിച്ച് ഒരു 5 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ സ്ഥലം ഒന്ന് നീക്കി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ 3 ക്രിമിനൽ ബില്ലുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ വേണ്ടി പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഞാൻ പറയാം. അതെ, സമയത്തിന്റെ പരിമിതിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്കിൽ പോലും ഇത് ഇത്രയെങ്കിലും ചർച്ച ചെയ്യപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഈ ബില്ലുകളെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് വൈബ്രൻ്റ് ആയ ഒരു മീഡിയ കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. അവിടെ നാഷണൽ പെർമിറ്റ് എടുത്ത ഒരു ബസ് പെർമിറ്റ് ലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധന നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ 100-ലൊരു അംശം ഈ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച്, ഈ നിയമത്തിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചർച്ച ചെയ്തോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പക്ഷേ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. അതായത് ഇതിന്റെ ചില വ്യവസ്ഥകൾ നോക്കുകയാണ്. അതായത് ഈ ഓർഗനൈസ്ഡ് ക്രൈം, അല്ലെങ്കിൽ അത് വിട്ടേക്കാം. ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ മഹാരാഷ്ട്രയിലെ കൊക്കോക്കെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ സുപ്രീം കോടതി രണ്ട് വിധിയിലൂടെ അസ്ഥിരപ്പെടുത്തിയ സെഡീഷൻ, രാജ്യദ്രോഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ദേശദ്രോഹം മാറി രാജ്യദ്രോഹം ആക്കിയിരിക്കുന്നു, അല്ലെ രാജ്യദ്രോഹം മാറി ദേശദ്രോഹം വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ടെററിസത്തിന്റെ വ്യാപ്തി, നിങ്ങൾ ടെററിസ്റ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് UAPA ഉണ്ടാക്കിയിട്ടുണ്ട്. BNSനും ഉണ്ടാക്കിയിരിക്കുക ടെററിസ്റ്റിനെ കുറിച്ച്. എന്നിട്ട് പറയാണ് അത് ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തീരുമാനിക്കട്ടെ UAPA പ്രകാരമുള്ള ടെററിസം കുറ്റമാണോ വേണ്ടത്, അതേ BNS. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ട്രെച്ചിങ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പോലീസ് കസ്റ്റഡി 15 ദിവസങ്ങൾ 90 ദിവസമാക്കിയിരിക്കുകയാണ്. കയ്യാമം വെക്കാനുള്ള പ്രൊവിഷനുകൾ. ഇതൊക്കെ യഥാർത്ഥത്തില് നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ അധികാരത്തെ കൂടുതൽ വ്യാപകമാക്കുകയും അതിന് കാർക്കശ്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1000-ഓളം ക്ലോസസ് ഉണ്ട്. ഇതൊക്കെ ഏത് കോടതിയാണ് ഇനി IPC CPRPS ഒക്കെ മാറ്റി വെച്ചിട്ട് പഠിച്ച് പെറുക്കി ഇതൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ സിസ്റ്റത്തെ മുഴുവൻ താറുമാറാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സ്വീപ്പിംഗ് പവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ IPC 124A ആയിരുന്നു സെഡീഷൻ. നിങ്ങളിപ്പോ ഇവര് കൊടുത്തിരിക്കുന്ന സെഡീഷന്റെ നോക്കിക്കളാം, രാജ്യദ്രോഹം നോക്കിക്കളാം, സ്വീപ്പിംഗ് ആണ്. സാമ്പത്തികമായിട്ടുള്ള, നിങ്ങളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ 10 രൂപ ഒരാൾക്ക് കൊടുത്തു, ആ 10 രൂപ രാജ്യദ്രോഹത്തിന് വേണ്ടി മറ്റേ ആൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ തീവ്രവാദത്തിന്റെ എതിരെയുള്ള കേസ് ചുമത്താൻ പറ്റും. അത്രത്തോളം സ്വീപ്പിംഗ് ആയിട്ടുള്ള വകുപ്പുകളാണ് ഇവര് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ള യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
റൈറ്റ്. വളരെയധികം നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട ചില നിയമനിർമ്മാണങ്ങൾ രാജ്യത്തുണ്ടായിരിക്കുന്നു. അതേക്കുറിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ടോ എന്ന വളരെ ഗൗരവമുള്ള ചോദ്യമാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഉന്നയിക്കുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാജീവ്. താങ്ക് യു.